നമ്മുടെ ഈ ഓണം അടുത്തല്ലോ, പത്രങ്ങളുടെ എല്ലാം ഫ്രണ്ടിൽ ഇപ്പം ഒന്നാം പേജിൽ ജാക്കറ്റ് പരസ്യങ്ങളാണ്. സ്വാതന്ത്ര്യദിനത്തിന് അന്ന് പോലും പത്രം ഇറക്കിയവരാണ് ഇപ്പം നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ് കഴിഞ്ഞ ആഴ്ച. പക്ഷേ അത് കുറേ സ്ഥലങ്ങളിൽ പത്രം അവർ വിതരണം ചെയ്തില്ല, പക്ഷേ മിക്കവാറും അടുത്ത് വിതരണം ചെയ്തു. വേറെ വഴിയില്ലല്ലോ, ഈ ഏജന്റുമാർ ഇടക്കത്തില്ല എന്ന് പറഞ്ഞ. പക്ഷേ ഞങ്ങളുടെ പത്തനംതിട്ട കുറച്ച് ഭാഗത്ത് ഇത് വിതരണം ചെയ്തു. പക്ഷേ തിരുവനന്തപുരത്ത് എനിക്ക് ഫ്ലാറ്റിലൊക്കെ പത്രം കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പം പ്രധാനമായിട്ടും എല്ലാ പത്രങ്ങളുടെയും മുന്നിൽ ഒരു ജാക്കറ്റ് പരസ്യം ഉണ്ടാവുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അപ്പം 2 പത്രങ്ങളൊക്കെ വരുന്നുണ്ട് പ്രധാനപ്പെട്ടത്. അതെ. അപ്പം ഇന്ന് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചു. ഒരു 2 നമുക്ക് ഓഫീസിൽ വരുന്ന ഇപ്പം പത്രങ്ങളുടെ എണ്ണം നമ്മൾ കുറച്ചു, എല്ലാ പത്രങ്ങളൊന്നും വരുത്തുന്നില്ല. അപ്പം ഞാൻ പ്രധാനപ്പെട്ട 3 പത്രങ്ങൾ, 2 പത്രത്തിൽ ജാക്കറ്റ് പരസ്യം, ഒന്ന് ഫ്രണ്ട് ക്വാർട്ടർ പേജിൽ ഒരു പരസ്യം കണ്ടു. ആ പരസ്യം ഒരു പുതിയ ജുവലറിയുടെയാണ്, വളരെ ശ്രദ്ധേയമാണ്. അതായത് സെൻറ്റോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വള്ളത്തോൾ ജംഗ്ഷൻ, കാക്കനാട്, എറണാകുളം. ഇന്ന് ലോഞ്ചാണ് വൈകിട്ട് 4 മണിക്ക്. മമ്മൂട്ടിയാണ് ഉദ്ഘാടനം. മാത്രമല്ല പരസ്യത്തിൽ എത്ര പ്രമുഖരാണുള്ളതെന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് ആശംസയുള്ള മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലായിരിക്കും. ഇല്ല, ആശംസ ഒരാള് ഒന്ന് മുഖ്യമന്ത്രിയാണ്, പ്രധാന ആശംസ മുഖ്യമന്ത്രിയാണ്. പിന്നെ അബ്ദുൾ ഗഫൂർ മിനിസ്റ്റർ ഉണ്ട്, ഹൈബി ഈഡൻ MP ഉണ്ട്, മുൻ മന്ത്രി രാജീവ്, ഉമാ തോമസ് MLA, പ്രിയങ്ക ജി ഡിസ്ട്രിക്ട് കളക്ടർ എറണാകുളം, അതുപോലെ കാളിരാജ് മഹേഷ് കുമാർ IPS ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് IG എറണാകുളം റേഞ്ച്, മേയർ മിനിമോൾ VK, റാഷിദ് ഉള്ളിയമ്പള്ളി ചെയർമാൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റി, ഉമ്മു കുൽസു കൗൺസിൽ വാർഡ്. ഇത്രയും പേരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചതെന്നാന്ന് വെച്ചാൽ, ഒരുപാട് നാളിന് ശേഷം മമ്മൂട്ടി ഒരു പരസ്യത്തിൽ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുന്നു. ഒരു സെൻറ്റോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒരു ജുവലറിയാണ്, പുതിയൊരു ജുവലറി ലോഞ്ച് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല ഇത് ഒരു ശ്രദ്ധേയമായ കാര്യം നോക്കുക, ഈ ജുവലറി ഉദ്ഘാടനം ചെയ്യുന്നത് കാക്കനാട്ടാണ്. അതെ, ഇത് MG റോഡിലൊന്നും അല്ല, എറണാകുളത്ത്. അപ്പോൾ കാക്കനാട് എന്തുമാത്രം വികസിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഇത്രയും വലിയൊരു സ്ഥാപനം കാക്കനാട് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ വേറൊരു രീതിയിലാണ് ചിന്തിച്ചത്. ഞാൻ ഈ സത്യത്തിൽ ഇത് നമ്മൾ എന്തിനാണ് നമ്മൾ ഒരാളെ ഒരു പരസ്യം എടുത്തു വെച്ച് ചർച്ച പരസ്യമൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഇതിനകത്ത് ഇത് പരസ്യം ശ്രദ്ധിക്കാൻ പ്രധാന കാരണം മമ്മൂട്ടി തന്നെയാണ്. കാരണം അദ്ദേഹം ഈ പ്രായത്തിലും ബ്രാൻഡ് അംബാസഡറാണ്. അതും എന്തിൻ്റെയാണെന്നറിയോ? ജുവലറിയുടെ. പെണ്ണുങ്ങൾ വരേണ്ടിടത്താണ്. ഇത് അമിതാഭ് ബച്ചനെയൊക്കെ നമ്മൾ കണ്ടുണ്ട്, മലബാർ ഗോൾഡിലും അവിടെ ഇവിടെയൊക്കെ അമിതാഭ് ബച്ചനെ, ഷാറൂഖ് ഖാനെയൊക്കെ ഈ ജുവലറിയുടെ പരസ്യത്തിൽ കണ്ടുണ്ട്, നടന്മാരെ കണ്ടുണ്ട്. പക്ഷേ ഇതൊരു പുതുതായി തുടങ്ങുന്ന ഒരു ജുവലറിയിൽ ഇദ്ദേഹം ബ്രാൻഡ് അംബാസഡർ ആവുക. ഇപ്പം ഞാനിപ്പോൾ 3 പത്രം, മാതൃഭൂമി, മനോരമ, കൗമുദിയിൽ ഒരു ക്വാർട്ടർ പേജ് പരസ്യമാണ്, ഫ്രണ്ട് ക്വാർട്ടർ. അതുപോലെ മനോരമ ഫുൾ പേജ് ജാക്കറ്റ് പരസ്യം. അപ്പോൾ ഇത് ഈ 3 ഞാൻ കണ്ടത്. വേറെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും. എന്താണ് അതല്ല എൻ്റെ ചോദ്യം, അതല്ല. നമ്മുടെ നാട്ടിൽ ജുവലറികളുടെ ബഹളമാണ് അല്ലേ, ഭയങ്കര. കല്യാണമുണ്ട്, മലബാറുണ്ട്, പിന്നെ നമ്മുടെ ഭീമ തന്നെ പലതുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതിനൊപ്പം തന്നെ സ്വർണത്തിനും വെള്ളിക്കുമൊക്കെ വൻ തോതി വില കൂടിയിരിക്കും. ഇതിൻ്റെ പർച്ചേസ് വളരെ കുറവാണ്. അപ്പോൾ ഈ മാസം കല്യാണങ്ങളുടെ മാസമാണ്, ചിങ്ങമാസം പുലർന്നു. അപ്പോൾ കല്യാണങ്ങളുടെ മാസമാണ്, കച്ചവടം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സമയം. പക്ഷേ ഇത്രയും ജുവലറികളുള്ള ഒരു നാട്ടിൽ പുതുതായിട്ടൊരു ജുവലറിക്ക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്തരം ഒരു ജുവലറി തുടങ്ങണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം, മനോരമയുടെ കാക്കനാട്ടുള്ള ജുവലറിയുടെ പരസ്യം തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്, പ്രാദേശികമല്ല. ഓൾ അഡീഷണൽ സാധ്യത. എത്ര ലക്ഷം രൂപ പരസ്യ റേറ്റ് ആവും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മനോരമയ്ക്ക് നല്ല റേറ്റ് ആവും, മാതൃഭൂമിക്ക് അതിനെക്കാട്ടിൽ 1-2 ലക്ഷം രൂപ കുറഞ്ഞാൽ നിൽക്കത്തുള്ളായിരിക്കും, അല്ലെ കൂടിയായിരിക്കും. എന്നാലും ശരി, ഏതാനും കോടികൾ മൊത്തം പരസ്യം, ഒരു കോടിക്കണക്കിന് രൂപയുടെ പരസ്യമുണ്ട്. ഇനി ഈ ബ്രാൻഡ് അംബാസിഡർക്ക് എത്ര കോടി കൊടുത്താൽ? അപ്പോൾ ഈ എവിടെ നിന്നാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നിന്നാണ്? ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഇത് ഒരു ജോബി ജോർജ് ആണ് ഈ ഗ്രൂപ്പ് ചെയർമാൻ. ഇതൊരു MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞ് ഇപ്പം നമ്മുടെ നാട്ടിലൊരു വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന രീതി ഒരു MLM അതിൻ്റെ നടത്തിപ്പുകാരനാണ് ഈ ജോബി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സോഴ്സ് ആ MLM-ലുള്ള എന്താ പറയുക, നിക്ഷേപകരുടെ പണമാണ്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ കാലത്ത് ഈ ബ്ലേഡ് കമ്പനിക്കാർ പൈസ മേടിക്കും. ലാഭല്ല രാജൻ തൊട്ട് പൊട്ടിയ കഥ നമുക്കറിയാം. അവർ മേടിച്ചിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? സാജൻ ചെയ്തുകൊണ്ടിരുന്നത് സാജ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞ
സ്വന്തമായിട്ട് പുള്ളി സിനിമ നിർമ്മിക്കുകയാണ് ചെയ്തത്. ഈ പൈസ എടുത്ത് പുള്ളി സിനിമ നിർമ്മിക്കുകയായിരുന്നു. ഒരു ഹോട്ടലുണ്ടായിരുന്നു, ഹോട്ടലുണ്ടായിരുന്നു, ഹോട്ടൽ വ്യവസായം ഉണ്ടായിരുന്നു. അത് സിനിമാ നിർമ്മാണമാണ്. സിനിമ പൊട്ടിയാൽ പൈസ പോയി, സിനിമ വിജയിച്ചാൽ പൈസ പോയി. പിന്നെ സമീപ ഭാവിയിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇത് ബ്ലേഡ് കമ്പനികൾ പൊട്ടിയത്. ബ്ലേഡ് കമ്പനികൾ എന്ന് നമ്മൾ അതിനെ പറയത്തില്ല, ഇപ്പോൾ സ്വകാര്യ ധനനിലപാട് സ്ഥാപനങ്ങൾ, ബ്ലേഡ് പലിശ മേടിക്കുന്നവരെയാണ് നമ്മൾ ബ്ലേഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ NM രാജു എന്ന് പറഞ്ഞ അവിടുത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നെടുമ്പറമ്പിൽ അങ്ങനെ കോടിക്കണക്കിന്, പിന്നെ പോപ്പുലർ ഫിനാൻസ്, കേച്ചേരി ചിട്ടി ഫണ്ട്, അങ്ങനെ കുറേ G&G എന്ന് പറഞ്ഞ പുല്ലാട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവർക്ക് പറ്റിയ എന്താണെന്ന് അറിയാം. ഇവരൊക്കെ ഈ പണം, ഇങ്ങനെ സമാഹരിക്കുന്ന പണം നേരെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തത് ലാൻഡിലാണ്, റിയൽ എസ്റ്റേറ്റ്. ഈ നോട്ട് നിരോധനത്തിന് മുമ്പ് വരെ റിയൽ എസ്റ്റേറ്റ് വലിയ ഒരു ജീവനോപാധിയും വൻ ലാഭം ഉണ്ടാകുന്ന ഒരു സാധനം. നോട്ട് നിരോധനത്തിന് ശേഷം ഈ പരിപാടി തീർന്നു. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞു. അതിൻ്റെ ആർക്കും ഭൂമി വേണ്ട, വസ്തു വേണ്ട. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവർ വാങ്ങിക്കൂട്ടിയ പണം കൊണ്ട് നിക്ഷേപിച്ചത് ഈ ഭൂമിയിലാണ്. അതവിടെ ഡെഡ് മണിയായിപ്പോയി. ആ വസ്തു വിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവരും കുടുക്കിലായത്. അതോടുകൂടിയാണ് ഇവർ കുടുക്കിലാകുന്നത്. ഇവർ കൃത്യമായി പലിശയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതിട്ട് മറിച്ച് എടുക്കുന്ന സമയത്ത് കിട്ടുന്നതിന് കുറച്ച് പൈസ എടുത്ത് ഇവർക്ക് പലിശ കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട്. അതായത് ചേട്ടൻ്റെ കയ്യിരിക്കുന്ന കാശ് കൊണ്ട് ഞാൻ ബിസിനസ് നടത്തി ലാഭം ഉണ്ടാക്കുന്നു. ചേട്ടന് കാശ് മുതലും തരുന്നു, അതിൻ്റെ കൂടെ ഇച്ചിരി തരുന്നു. പക്ഷേ എനിക്ക് 5 പൈസ മുതൽ മുടക്കില്ല, നിങ്ങളുടെ മുതലും കൊണ്ട് ഞാൻ വേറൊരെണ്ണം ഉണ്ടാക്കുകയാണ്. അതാണ് സംഭവിച്ചത്. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരിക്കലും ഒരു ഗ്രൂപ്പായിട്ട് ചേർന്ന് തുടങ്ങിയ ജുവലറികളൊന്നും വിജയിച്ച ഒരു ചരിത്രം ഇല്ല. പക്ഷേ മലബാർ ഗോൾഡാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ജുവലറി ഗ്രൂപ്പുകൾ ഒന്നാമതോ രണ്ടാമതോ ആണ്. രാജ്യങ്ങളിലൊക്കെ എല്ലാം വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന സ്ഥലത്ത്, അപ്പോൾ ഇവിടെ ഈ മൾട്ടി ലെവൽ കുടുംബക്കാരാണോ ഈ മലബാർ ഗോൾഡ്? അല്ല, അവർ എനിക്ക് തോന്നുന്നു ഷെയർ ഹോൾഡേഴ്സ്, അങ്ങനെ പല ആൾക്കാരും. അപ്പോൾ അവിടെ ഈ സെൻഡോറ എന്ന് പറയുന്ന സംഭവത്തിൽ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ ഇതിൽ നിന്നുള്ള പണമായിരിക്കും ഇതിന് ഉപയോഗിക്കുക. അപ്പോൾ തന്നെ ഇതിനകത്തൊരു ഇത് വിജയിച്ചാൽ വലിയൊരു നേട്ടമായിരിക്കും ഇവർക്ക്. കൂടുതൽ ഇതിലേക്ക് നമ്മൾ ഇത് വിജയിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അപ്പം ഇതിനകത്ത് വേറൊരു പ്രശ്നം വരുന്നത്, ഇൻ കേസ് ഇതിനൊരു ചെറിയ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാൽ എത്ര രൂപയുടെ ബിസിനസ് നടന്നാൽ ഇവർക്ക് ഈ പരസ്യവും ഈ ബ്രാൻഡ് അംബാസഡറും എല്ലാം കൂടി മുതലാവും. പിന്നെ ബാക്കിയുള്ള ഇപ്പം ഇവരൊക്കെ ഇത്രയും വലിയ ഒരു സ്ഥാപനമാകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ ഫർണിഷ്ഡായിരിക്കും എന്നുള്ള ഉറപ്പാണല്ലോ. അതെ, വലിയ അത്യാഡംബര സംവിധാനങ്ങളുള്ള അതുപോലെ തന്നെ ആയിരിക്കണം. അതെ, അപ്പോൾ അങ്ങനെ അത്യാഡംബര സംവിധാനങ്ങളുള്ളതാണ്. പിന്നെ ഇതിനകത്ത് വന്ന് ഇരിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെയൊക്കെ പടം വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഏതും വിവാദമാകുന്ന കാലഘട്ടമാണ്. അതെ, നമുക്ക് നേരത്തെ അറിയാം ഇതുപോലെ വലിയ സംഭവമായിരുന്നു അൽ മുക്താദിർ, തിരുവനന്തപുരത്ത് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് യുവന്മാരുടെ കയ്യിൽ ഒരുപാട് തട്ടിപ്പുണ്ട്. നമ്മളന്ന് വാർത്ത ചെയ്ത അല്ലേ? അതെ, നമ്മൾ വാർത്ത ചെയ്തു, നമ്മൾ മാത്രമാണ് വാർത്ത ചെയ്തത്. സ്ഥാപനങ്ങളെല്ലാം തിരുവനന്തപുരം നഗരത്തിൽ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ഈ നിക്ഷേപകരും ഈ അൽ മുക്താദിർകാരും ഇവിടുത്തെ CPMകാരും അടക്കം നമുക്കെതിരെ രംഗത്തിറങ്ങി. നമ്മൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങളുടെ പൈസ പോവും എന്ന് നമ്മൾ എല്ലാ നിക്ഷേപകരോടും പറഞ്ഞതാണ്. ആരും കൂട്ടാക്കിയില്ല. അവസാനം പൈസ പോയി കഴിഞ്ഞപ്പോൾ അവർ ഓടി വന്നത് ഇങ്ങോട്ടാണ്. അവരിവിടെ തന്നെയാണ് വന്നത്. ഇവിടെ വന്നിട്ട് അവസാനം നമ്മളോട് അവർ ക്ഷമ പറഞ്ഞു. സാറേ, ഞങ്ങൾ അന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതറിയില്ലായിരുന്നു, ഞങ്ങൾക്കത് വിശ്വാസമില്ല, നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. വർഗീയത വരെ അതിനകത്ത് ആരോപിച്ചവരുണ്ട്. അപ്പം ശരിക്കും എന്താണ് ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ നോക്കുമ്പോൾ 75% മേക്കിംഗ് ചാർജ് കുറവുണ്ട്. ഏതില്ല? ഗ്രാൻഡ് ഇനാഗുറേഷൻ ഓഫറാണ്. ഇന്നത്തെ അതുപോലെ ഫ്രീ ഗോൾഡ് കോയിൻ ഓഫറുണ്ട്. അതായത് ഡയമണ്ട് ജുവലറി പർച്ചേസ് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് ജുവലറി പർച്ചേസ് ചെയ്താൽ ഗോൾഡ് കോയിൻ. അതുപോലെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുണ്ട്. അത് മറ്റ് കോണ്ടംപററിയിൽ മാറ്റി വാങ്ങാം എന്ന് പറയുന്നു. അപ്പോൾ ഗോൾഡ് റേറ്റ് ബുക്കിംഗ് അറ്റ് 1000 രൂപയ്ക്ക് ഇന്നത്തെ ഇത് വെച്ച് ചെയ്യാം. പിന്നെ സ്കാൻ ആൻഡ് സെൻഡ് മെഗാ സ്റ്റാർ ടു GRB 7,500 രൂപയുടെ വൗച്ചറുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ തുടങ്ങുന്നത് വള്ളത്തോൾ ജംഗ്ഷൻ, കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിലാണ് തുടങ്ങുന്നത്. ഇനി ഇത് തിരുവനന്തപുരത്തും കരുനാഗപ്പള്ളിയിലും ചേർത്തലയിലും കോട്ടയത്തും തൃശ്ശൂരും കാലിക്കറ്റും കണ്ണൂരും വന്നു. അപ്പോൾ അതായത് കേരളത്തിലുടനീളം ബ്രാഞ്ചുകൾ തുറക്കാൻ പോവാണ്. പ്രധാന നഗരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഓൾ എഡിഷൻ പരസ്യം വന്നത്. ഇപ്പോഴാണ് ഞാൻ ഈ താരത്തെ ഈ ഓപ്പണിംഗ് ഷോട്ടിൽ ഇപ്പോഴാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും പരസ്യങ്ങൾ
പരസ്യം വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സഹകരണ പ്രസ്ഥാനങ്ങളും അതുപോലെ ഈ സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളും എല്ലാം വലിയ തകർച്ച നേരിടുന്ന ഒരു അവസരം. അതിനൊപ്പം തന്നെ സ്വർണ്ണവില തീ പോലെ കുതിച്ച് ഉയരുന്ന ഒരു സമയം, റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന സമയം. ഈ സമയങ്ങളിൽ ഇങ്ങനെ ഒരു സംഭവം, പുതിയ സംരംഭം വരുന്നത് പ്രായോഗികമാണോ എന്നുള്ളതാണ് അതിനകത്തെ ഒരു ചോദ്യം. എന്താണെങ്കിലും ഇത് ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ ബൈ പ്രൊഡക്റ്റ് അത് വേണമെങ്കിൽ പറയാം. അത് പിന്നെ അതിൽ നിന്ന് അവർക്ക് വരുമാനം ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു നിക്ഷേപകരെ സഹായിക്കാനുള്ള ഒരു നീക്കമായിരിക്കും. എന്തായാലും വലിയ റിസ്കി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. കാരണം ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പരസ്യത്തിനും ബ്രാൻഡ് അംബാസഡർക്കും എല്ലാം കൊടുക്കുന്ന തുക, ആ ബിൽഡിംഗ് സ്വന്തമല്ലെങ്കിൽ അതിൻ്റെ വാടക, അതിൻ്റെ ബാക്കി അതിൻ്റെ ഈ അലങ്കാരങ്ങൾ ചെയ്തതിൻ്റെ പണം, കറണ്ട് ചാർജ്, ജീവനക്കാരുടെ ശമ്പളം, ഇതെല്ലാം കൂടെ വെച്ച് വരുമ്പോഴത്തേക്കും ഒരു മാസം ഒരു വലിയ വൻ തുക ഒരു ഷോറൂമിന്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി മറ്റു നേരങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അവിടെയെല്ലാം ഇത് പരസ്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ബ്രാൻഡ് അംബാസിഡർ കോമൺ ആണ്, ബാക്കിയൊക്കെ അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു സംരംഭമായിട്ട് വരട്ടെ. ഒരുപാട് ജ്വല്ലറി വരുന്ന ഒരു സമയത്താണ് ഇത്. ഇതൊരു ഓണക്കാലത്ത് ഇതിനൊരു വെറൈറ്റി കണ്ടുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇത് വിഷയം നമ്മൾ മമ്മൂട്ടിയെ കണ്ടുകൊണ്ടാണ് ഞാനിത് ശ്രദ്ധിക്കാൻ കാര്യം. മമ്മൂട്ടിയെ കണ്ടിട്ടാണ്. അപ്പോൾ ചെറുതിളക്കത്തിനൊരു വലിയ തുടക്കമെന്നും പറഞ്ഞത് ഞാൻ ആലോചിച്ചാൽ ഈ മനുഷ്യൻ ഈ പ്രായത്തിലും സ്വർണ്ണക്കടയുടെ പരസ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി വരുന്നു, സ്വർണ്ണക്കടയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ എല്ലാം ഒരുപാട് തഴച്ചു വളരുന്നുണ്ട്. മറ്റ് ഇതിനകത്ത് തന്നെ ഫീൽഡിൽ ഇറങ്ങിയ പലയിടത്തും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ മൾട്ടി ലെവൽ കൊണ്ടുവന്ന് ഈ മാധ്യമരംഗത്ത് വരെ വന്ന് ഇറങ്ങിയവരുണ്ട്. അവർക്കൊക്കെ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം സെൻറ്റോറയുടെ മുന്നോട്ടുള്ള വളർച്ചയെ നമുക്ക് സാഹൂതം ഇങ്ങനെ വീക്ഷിക്കാം.